ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പോകുന്നത് മിഠായി തെരുവിലേക്കാണ് കേട്ടോ. മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ കോഴിക്കോട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നിധുവിനെ മിനിമോളെ വീട്ടിലൊന്നും ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മക്കളെ ഒന്നും കൊണ്ട് പോയാലും ഇപ്പോൾ ശരിയാവില്ല കേട്ടോ. അത്രയും തിരക്കാണ്. ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ടായാലും അല്ലാതായാലും മിഠായി തെരുവ് എന്നും തിരക്ക് പിടിച്ചൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചീപ്പ് റേറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടും. പിന്നെ നമുക്ക് ഒരു ഫംഗ്ഷന് പോലും ഡ്രസ്സ് ഇടാതെ നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥലം അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഏതോ ഒരു ആൾക്കാർക്കും ഒരു സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതാ നിധുവിനെ കൊണ്ടാക്കാനുള്ള പോക്കാണ് കേട്ടോ അത്. ഇപ്പോൾ മിനിമോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓളെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ ഓളും കൂടെ അങ്ങോട്ട് കയറിയിട്ട് ഒക്കെ കുറച്ച് അപ്പുറത്തൊരു വീട്ടിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധുവിന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഓളടുത്ത് ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ SM സ്ട്രീറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ ഒരു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. നമ്മളെ തന്നെ നമ്മളിങ്ങോട്ട് കഴിച്ചിലാക്കി എടുക്കണം. പിന്നെ ഞങ്ങൾ പോകുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ ഞായറാഴ്ചൻ്റെയും ശനിയാഴ്ചൻ്റെയും ആ ഒരു തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. കണ്ടോ, നിധുവിൻ്റെ മുഖം ഒന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് അവൻ്റെ വൈത്താലിൽ തന്നെ ഒന്ന് പോയതാണ്. വല്ലാണ്ട് കരയൊക്കെ ആണെങ്കിൽ കൊണ്ടുവരാച്ചിട്ട്. അപ്പം വേറെ ഞാൻ പോയതിന് ശേഷം വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ മെല്ലെ ഓടി വേഗം പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. പെരുന്നാൾ, ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ ഫംഗ്ഷനോട് അടുപ്പിച്ച് ഭയങ്കര തിരക്കാട്ടോ. സാധാരണ ഉള്ളതിലും അടുക്കാൻ പറ്റൂല SM സ്ട്രീറ്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആണെങ്കിൽ ഞായറാഴ്ചൻ്റെ സൺഡേ മാർക്കറ്റ് വരുന്ന നേരം ഭയങ്കര തിരക്കാണ് കേട്ടോ. അധികം ഒന്നും കൂടെ തെരുവോര കച്ചവടക്കാരൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചതാണ്. ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച പോയാൽ ആൾ കുറവുണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പോണേരം ഉമ്മനെയും കൂട്ടിയിട്ടുണ്ട്. ഇപ്പം റിച്ചുവിനെയും കൂടെ ഞാൻ കൂടെ കൂട്ടി. അത് കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഓനും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വേറെ ഞങ്ങൾ സുഡിയോ അതുപോലെ കഷ്ക അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഡ്രസ്സൊക്കെ നിങ്ങൾക്കൊന്ന് നല്ലപോലെ കാണിച്ചു തരാമല്ലോ, ഓനെയും കൂടെ കൂട്ടിയാലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടെ കൂട്ടിയതാണ്. മിഠായി തെരുവിലെത്തുന്നതിൻ്റെ മുൻപ് തന്നെ ഇഷ്ടം പോലെ ഷോപ്പാണ് കേട്ടോ. രണ്ട് സൈഡിലും ആയിട്ട് നല്ല പോലെ ഷോപ്പുകളുണ്ട്. അവിടെ ഒന്നും ഞാൻ കയറി നോക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് പുറമേ നിന്ന് ഡ്രസ്സസൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. ഇത് മാനാഞ്ചിറാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കോയൻകോ ബസാറിൻ്റെ ഉള്ളിൽ വണ്ടി നിർത്താനുള്ള സൗകര്യത്തിനാണ് പോകുന്നത്. അല്ലെങ്കിൽ നേരെ മിഠായി തെരുവിൻ്റെ മുന്നിൽ ബസ് ഇറങ്ങിയിട്ട് മുന്നോട്ട് നടക്കാം കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്, എല്ലാ തരമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് എല്ലായിടത്തും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും കാര്യങ്ങളും അങ്ങനെ ഒരു ക്രിസ്മസ് സ്റ്റാർസ് അങ്ങനെ എല്ലാം കൂടാണ് കേട്ടോ ഉള്ളത്. അധിക കടയിലും അതും കൂടെ ഒന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കാലിക്കറ്റിലുള്ള സുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നാണ് ഇട്ടിട്ടുള്ളത്. ഇന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ വോയിസ് കേൾക്കുന്നതിൻ്റെ തലേന്നാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തലേന്നാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ. വെസ്റ്റേൺ ആയാലും സാധാരണത്തെ ഡ്രസ്സുകളായാലും എല്ലാം ഉണ്ട്. ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയ അത്യാവശ്യം ഒരു പ്രൈസിലുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ അവിടെ ഉള്ളത്. കുറഞ്ഞതുണ്ട് 150 160 ആ ഒരു റേഞ്ചിലുള്ളതുണ്ട്. പിന്നെ വില കൂടിയതുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. 1000 രൂപ കൊണ്ടുപോയാൽ എന്തായാലും നമുക്കൊരു ഔട്ട്ഫിറ്റ് നല്ല വൃത്തിയുള്ള നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റ് എടുത്ത് പോരാ കേട്ടോ. ചെരുപ്പടക്കം നമുക്ക് കിട്ടും. അത്രയും കുറഞ്ഞ പ്രൈസാണ് കേട്ടുള്ളത്. അത് വിചാരിച്ചിട്ട് ക്വാളിറ്റിക്ക് ഒരു കുറവും ഇല്ല കേട്ടോ. പിന്നെ കൂടിയതും ഉണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കളക്ഷൻസ് ഉണ്ടെന്ന്. പിന്നെ ഇതാ മിഠായി തെരുവിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതിനനുസരിച്ച് രണ്ട് ഭാഗത്തും ഇതുപോലെ വിളക്ക്, ഇങ്ങനെ ചെമ്പ് പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ അങ്ങനത്തെ കടകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തോന്നുന്നു. അത്രയും ചെമ്പും പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പോയി ഞങ്ങൾ കോയൻകോ ബസാറിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ നേരെ മിഠായി തെരുവിൻ്റെ അവിടെ തന്നെ ബസ് ഇറങ്ങിയിട്ട് അങ്ങ് ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇതിലേ പോകുന്നത്. അപ്പോൾ അതാ ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടന്ന് പോവാണ്. അപ്പോൾ അതാ ചുറ്റും
ചുറ്റുപാടും കടകളാണ് കേട്ടോ. ഇതിൻ്റെ മുൻപൊക്കെ ഞാൻ ഇവിടെയുള്ള കടകളിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ ഇവിടെ കോയിൻകോ ബസാറിൽ. പിന്നെ ഇതാ ഞങ്ങൾ മിഠായി തെരുവിലെത്തിയപ്പോൾ യൂണിറ്റി ടവർ എന്നുള്ള ഒരു ഷോപ്പിൽ ഒരു കുറേ ഷോപ്പിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അവിടെ ചെരുപ്പിൻ്റെതായാലും പർദ്ദ, ചുരിദാർ അങ്ങനെ എല്ലാ സെക്ഷൻസും ഉണ്ട്. അപ്പം 500 രൂപക്ക് പർദ്ദ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതിനെ കൊണ്ട് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഉമ്മക്ക് പർദ്ദ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ നോക്കി പർദ്ദൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ആക്കിയിട്ടിടാം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാം കൂടെ ആക്കി ഇടുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവില്ലല്ലോ. അപ്പോൾ പർദ്ദൻ്റെ ഞാൻ വേറെ തന്നെ 500 രൂപക്ക് കിട്ടുന്ന പർദ്ദകളൊക്കെ ഇടാം. ഇവിടെ സൈഡിലൊക്കെ ബാഗൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒക്കെ 200 രൂപ, 150 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല മോഡൽ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും പർദ്ദ എടുത്തതിന് ശേഷം മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കാര്യമായിട്ട് വന്നത് വീഡിയോ എടുക്കാൻ തന്നെയാണ് കേട്ടോ. പക്ഷേ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ ഇവിടുത്തെ ഒരു തിരക്ക് ഞായറാഴ്ച ഉള്ള പോലെ തന്നെ തിരക്കാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ചയിൽ ഒരു മാറ്റമുള്ളതെന്ന് വെച്ചാൽ തെരുവോര കച്ചവടക്കാർ കുറച്ച് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. എന്നാലും ഇഷ്ടംപോലെ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഷ്കേൽക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കഷ്കേൽ പോയ വീഡിയോയും ഞാൻ സെപ്പറേറ്റ് തന്നെ ഇടാം. പിന്നെ ഞങ്ങൾ മിഠായി തെരുവിലുള്ള ഓരോ ഷോപ്പുകളിലായിട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു ടോപ്പിന് വരുന്നത് 400 രൂപയാണ് കേട്ടോ. ഇതൊക്കെ 300 രൂപയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ. ഏതെടുത്താലും 250 രൂപ, 300 രൂപ, 400 രൂപ, അതുപോലെ 500 രൂപക്ക് 4 എണ്ണം കിട്ടുന്ന ടോപ്പുണ്ട്, പാൻ്റ് ഉണ്ട്, 400 രൂപക്ക് 1 കിട്ടുന്നത്, അങ്ങനെ പല പ്രൈസിലുള്ളതുണ്ട് കേട്ടോ. നമ്മൾ നോക്കി നമ്മൾ സമയമെടുത്ത് കുട്ടികളൊന്നും കൊണ്ടുപോകാതെ നമ്മൾ വാരിയിട്ടതിൽ നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ. ഇതൊക്കെ 300 രൂപക്ക് കിട്ടുന്ന ടോപ്പാണ്. അടിപൊളിയല്ലേ, നല്ല ഭംഗിയുള്ള ടോപ്പുകൾ അല്ലേ. ഇതും അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ 300 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ എണ്ണം വാരി ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഉമ്മക്ക് പിന്നെ ടോപ്പ് ഇവിടുന്ന് ആട്ടോ എടുത്തത്. ഞാൻ ഈ ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. 300 രൂപയാണ് കേട്ടോ വരുന്നത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെത്തി നോക്കുമ്പോൾ പൊന്നൂസ് അത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഓൾക്കും കൂടെ ഇടാലോ, ഞങ്ങൾ 2 പേർക്കും ഇടാലോ വിചാരിച്ചിട്ട് അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. പിന്നെ പൊന്നൂന് ഞങ്ങൾ വേറെ ഒരു ജീനിടാൻ പറ്റിയൊരു ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഓരോരോ ഷോപ്പിലായിട്ട് കയറിയിട്ട് പ്രൈസൊക്കെ ചോദിച്ച് നമുക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. ഇവിടെയാണെങ്കിൽ 199 രൂപ, 299 രൂപ, 399 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ടോപ്പൊക്കെ ഉള്ളത്. അടിപൊളിയാണ് കേട്ടോ ജീനിടാൻ പറ്റിയത്. അപ്പോൾ പൊന്നൂസിന് ഞങ്ങൾക്കിപ്പോൾ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്ക് ഒരു ടോപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഷർട്ട് മോഡൽ ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 399 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇതല്ല, ഇതിൻ്റെ വേറൊരു കുറച്ചൊരു കളർ മാറ്റത്തിലുള്ള ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഷർട്ട് മോഡലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അതെടുത്തതിന് ശേഷം റിച്ചുവിന് ഒരു പൊറാട്ടയിലുള്ള റോളും വാങ്ങിക്കൊടുത്തു, ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ, ഓന് ക്ഷീണമായിട്ട്. പിന്നെ ഞങ്ങൾ ഓരോരോ ഷോപ്പിലായിട്ട് നോക്കുകയാണ്. അപ്പോൾ തിരക്കൊണ്ടൊന്നും കാണില്ല കേട്ടോ. പിന്നെ മക്കളത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കയറി. ഇത് വീട്ടിലിടുന്നത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനൊക്കെ 25 രൂപ, 30 രൂപ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഏതെടുത്താലും 25 എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എങ്കിലും കൂടെ ചില സാധനത്തിന് 40 രൂപ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മക്കൾക്ക് വീട്ടിൽ നിന്നിടാൻ പറ്റിയ പാൻറ്റിനൊക്കെ വെറും 40 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അജുവിന് ഞങ്ങൾ 2 എണ്ണം എടുത്തു. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ബനിയൻ എടുത്താൽ 250 രൂപ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊന്നും അങ്ങനെ അടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറേ പാത്രങ്ങളെ ഷോപ്പുകളുണ്ട്, ചെരുപ്പിൻ്റെതുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാനൊന്നും ഒരു വഴിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ചായ കുടിക്കണമെങ്കിലും ജ്യൂസ് കുടിക്കണമെങ്കിലും ഒക്കെ ഷോപ്പും ഉണ്ട് കേട്ടോ എൻട്രൻസിൽ തന്നെ. അപ്പോൾ വീണ്ടും ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഇനി മദ്രസയിലൊക്കെ ഇടാൻ പറ്റിയ പാൻറ്റോ കുപ്പായൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പോകുന്നത്. അപ്പോൾ ടീഷർട്ട് ഉണ്ടെങ്കിൽ അതെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ സൈഡിലൊക്കെ ടീഷർട്ട് ഉള്ളത് 125 രൂപയാട്ടോ ഒന്നിന് വരുന്നത്. 2 എണ്ണം എടുക്കുമ്പം 250 രൂപ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വിളിച്ച് പറയുന്നത് കേൾക്കാനും ഒരു പ്രത്യേക രസമാണ്. അതിൽ ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്, മുതലാളിക്ക് എനിക്ക് സ്നേഹം മാത്രം മതി, എൻ്റെ മുതലാളിക്ക് ലാഭം വേണ്ട, സ്നേഹം മതി. അതൊക്കെ ഓരോരോ പ്രത്യേക ഡയലോഗിലാണ് കേട്ടോ ഓരോരുത്തരും വിളിച്ച് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മളങ്ങ് കയറിപ്പോവും കേട്ടോ. എന്തായാലും വേണ്ടിയില്ല വെച്ചിട്ട് അങ്ങനെ പിന്നെ കയറി നോക്കുന്നതിന് നമ്മളൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ ഇവിടെയൊക്കെ സൈഡിൽ ചെറിയ ചെറിയ ഉടുപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ 200, 250 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ
ഇവിടേക്ക് ഉള്ളിലോട്ട് ഓരോ ഭാഗത്തേക്കായിട്ട് കയറി നോക്കുകയാണ്. അങ്ങ് വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ആയിട്ട് വഴികളുണ്ട്. അപ്പം നമ്മൾ ഓരോരോ വഴികളിലേക്ക് അങ്ങനെ കയറി നോക്കുകയാണ് എന്തൊക്കെ ഷോപ്പ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ ഇവിടെ കഥ ഫുള്ളായിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ആയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പിന്നെ മഗ്‌രിബ് ആവാനായിട്ടുണ്ട് തിരിച്ച് വരുമ്പോഴേക്കിനും, അതുകൊണ്ടും കൂടെ ആയിരിക്കും. അപ്പോൾ ഇതാ മിഠായി തെരുവിൽ നിന്ന് ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ചുരിദാർ അങ്ങനെ ആ ഒരു മെറ്റീരിയൽ ടൈപ്പ്, ടോപ്പ് ടൈപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വന്നാൽ എന്തായാലും നഷ്ടമാവില്ല. ഇഷ്ടം പോലെ സാധനങ്ങൾ 1000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേണ്ടിയ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് എടുത്ത് പോകാൻ പറ്റും കേട്ടോ. 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഡ്രസ്സ്, നല്ല ടോപ്പൊക്കെ ആണെങ്കിൽ 4 എണ്ണം, 500 രൂപക്ക് 4 എണ്ണം ഉള്ളതാണെങ്കിൽ 1000 രൂപക്ക് 8 എണ്ണം വരെ എടുത്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പം മഗ്‌രിബിൻ്റെ സമയമായപ്പോഴേക്കിനും നന്നായിട്ട് ബ്ലോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ ബ്ലോക്കാണ്. കുറേ ടൈം എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ പോക്ക് പോകുന്നത്. എഴഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നെ ഒരു അരമണിക്കൂറോളം 2 ബ്ലോക്ക് കഴിഞ്ഞ് എത്തുമ്പോഴേക്കിനും ആയി. അപ്പം ഞാൻ ട്രെയിന് പോകുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഞാനിതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ പോകേണ്ട അവസരം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നിധുവിനെയും കൂടെ മിനിമോളെടുത്തുനിന്ന് കൂട്ടണം. അപ്പം മിനിമോളെ വീട്ടിലേക്ക് വഴിമലേക്ക് പോയാൽ മതി കേട്ടോ. ഓളോടും വഴിമലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇനി അജുവിനെയൊക്കെ വീട്ടിലാക്കി പോകുന്നതാണല്ലോ. അപ്പോൾ അജുവിനും പൊന്നൂനും നിധുവിനും ഫെബക്കും ഒക്കെ എന്തെങ്കിലും വാങ്ങണം. അങ്ങനെ എല്ലാം കൂടിയാണ് അങ്ങനെ പോവാണ്. ഏതായാലും മിഠായി തെരുവ് നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല ഓഫറുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാതെ പോവാൻ ചാൻസ് ഇല്ല കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സസ് എടുത്ത് പോകാം. വലിയവർക്കായാലും ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്കും ഒക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വന്നോളി. ഈ ഓഫറുള്ള സമയത്ത് തന്നെ വന്നാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ലാഭമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതവിടെ ഞാൻ ഫലാഫിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മിനിമോളടുത്ത് നിന്ന് നിധുവിനെ കൂട്ടൊക്കെ ചെയ്ത് കേട്ടോ. അപ്പം ഇത് നിറയെ വണ്ടിയിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ ഇനിയും ഇട്ടച്ച് പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു പേടി കുടുങ്ങിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കിനും വലിയ വില തന്നെയാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ എന്നാലേ ഉള്ളൂ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ആയിട്ട് പോവുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.